യുദ്ധത്തിന്റെ 10ാം ദിനം. ദ്രോണരുടെ നിർദ്ദേശപ്രകാരം അശ്വത്ഥാമാവ് അഗ്നിപുത്രനാകുന്ന ദൃഷ്ടദ്യുമ്നനോട് ഏൽക്കുവാനായി പുറപ്പെട്ടു. എന്നാൽ അശ്വത്ഥാമാവിനെ ഏൽക്കുവാനായി ഭീമൻ വന്നെത്തുന്നു. ഭീമനോട് ഏൽക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമാകുന്നില്ല. അതിനാൽ തന്നെ തൻ്റെ പുത്രൻ അപകടത്തിലായി എന്ന ദ്രോണരുടെ തിരിച്ചറിവ്, അതിൻ്റെ ഫലമായി ഭീമനെ നേരിടുവാനായി കൗരവപക്ഷത്തുള്ള മഹാരഥികളാകുന്ന ഭഗദത്തൻ, കൃപൻ, ശല്യൻ, കൃതവർമാവ്, വിന്ദാനുവിന്ദന്മാരായ അവന്ത്യന്മാർ, സിന്ധുരാജാവായ ജയേന്ദ്രദൻ, ചിത്രസേനൻ, വികർണൻ, ദുർമർഷൻ മുതലായ 10 മഹാരഥികൾ ഭീമസേനനുമായി പൊരുതി. നാനാദേശത്തു നിന്നും വന്നു ചേർന്ന പെരുംപടയോടുകൂടി ഭീഷ്മന് വലിയ കീർത്തി ഇച്ഛിച്ചുകൊണ്ട് അവരേവരും എതിർത്തു. ശല്യൻ ഭീമസേനനെ 9 ശരങ്ങൾ എയ്തു. കൃതവർമാവട്ടെ 3 അമ്പും കൃപർ 9 അമ്പും ഭീമസേനന് നേർക്ക് എയ്തു. ചിത്രസേനൻ, വികർണൻ, പ്രാഗ്ജ്യോതിഷൻ എന്നിവർ ഒത്തുചേർന്നുകൊണ്ട് 10 അമ്പുകൾ ഭീമസേനന് നേർക്കായി തൊടുത്തുവിട്ടു. കൂടാതെ 3 അമ്പ് സിന്ധുരാജനും അദ്ദേഹത്തിനെതിരായി എയ്തു. വിന്ദാനുവിന്ദന്മാരായ അവന്ത്യന്മാർ 5 അമ്പുകൾ എയ്തപ്പോൾ ദുർമർഷൻ പാണ്ഡവനെ 25 കൂരമ്പുകൾ എയ്തു. എന്നാൽ അവയെല്ലാം വൈര്യസംഹാരിയായ ആ പാണ്ഡവൻ എതിർത്തു. പകരമായി ധാർതരാഷ്ട്ര മഹാരഥന്മാരെയെല്ലാം ഓരോരുത്തരെയും വെച്ച് അവർക്കേവർക്കുമായി ഭീമൻ എന്ന മഹാരഥി 7 അമ്പ് ശല്യനെയും 8 അമ്പ് കൃതവർമ്മനെയും എയ്തു. ആ പാണ്ഡവൻ കൃപന്റെ അമ്പോടുകൂടിയുള്ള വില്ലും ഖണ്ഡിച്ചു. പിന്നെ വില്ലറ്റ അവന്റെ നേരെ 7 അമ്പുകൾ എയ്തു. വിന്ദാനുവിന്ദന്മാരെയും 3 അമ്പുകൾ കൊണ്ട് എയ്തു വീഴ്ത്തി ഭീമസേനൻ. ദുർമർശനെയും ചിത്രസേനനെയും 25 അമ്പുകൾ കൊണ്ട് വീഴ്ത്തി. വികർണനെ 10 ബാണങ്ങളും ജയേന്ദ്രദനെ 5 ബാണങ്ങളും എയ്തു. ഹർഷത്തോടെ ഭീമൻ ആർത്തു. ചാപം നഷ്ടമായ കൃപർ ഉടനെ തന്നെ മറ്റൊരു വില്ലെടുത്തു. ഉത്തമനായ ആ മഹാരഥി ഭീമന് നേർക്കായി കൂർത്ത ശരങ്ങൾ പ്രഹരിച്ചു. എന്നാൽ കൃപരുടെ ആ അസ്ത്രം ഭീമന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. എന്നാൽ ഒട്ടും പതറാതെ തന്നെ പ്രതാപവാനായ ഭീമൻ ഉടൻ തന്നെ ശരമഴ വർഷിച്ചുകൊണ്ട് കൃപനെ പ്രഹരിച്ചു. പിന്നീട് ജയേന്ദ്രദ അശ്വങ്ങളെയും 3 അമ്പുകൊണ്ട് സൂതനെയും പ്രഹരിച്ചു. കാലാന്തക സമനായി അവൻ അങ്ങനെ കാലപുരിയിലേക്ക് അയച്ചു അവരെ. അശ്വങ്ങൾ മൃതിയടഞ്ഞ തേർത്തട്ട് വിട്ട് ചാടിയിറങ്ങി സിന്ധുരാജൻ. അവൻ പോരിൽ തീക്ഷ്ണമായ ബാണങ്ങൾ ഭീമസേനന് നേർക്ക് അയച്ചു. എന്നാൽ അവന്റെ ആ വില്ല് ഭീമസേനൻ ഖണ്ഡിച്ചു. സൈന്ധവന്റെ വില്ല്, തേര്, സൂതൻ, അശ്വങ്ങൾ എന്നിവയെ ഇല്ലാതാക്കി. സർവ്വത നഷ്ടമായ ജയേന്ദ്രദൻ ജീവനിൽ കൊതിയോടെ ചിത്രസേനന്റെ തേരിലേറി അവിടെ നിന്നും അതിശീഘ്രം തന്നെ പലായനം ചെയ്തു. അങ്ങനെ അവിടെ അത്ഭുതകരമായ ഒരു പ്രയോഗം ഭീമൻ ചെയ്തു. മഹാരഥന്മാരെല്ലാം അമ്പെയ്തുകൊണ്ട് എല്ലാവരെയും കാണെ സിന്ധുരാജനെ ഭയന്നുകൊണ്ട് പലായനം ചെയ്യുന്നവനായി കാണിച്ചു. ഭീമൻ കാണിച്ച ഈ പരാക്രമം ശല്യന് അത്ര രസിച്ചില്ല. അദ്ദേഹം കൂർത്ത 2 ശ്രേഷ്ഠമായ ബാണങ്ങൾ ഭീമനെതിരെ എയ്തു. കൃപനും കൃതവർമാവും വീരവാനായ ഭഗദത്തനും, വിന്ദാനുവിന്ദന്മാരായ അവന്ത്യന്മാരും ചിത്രസേനനും, വികർണനും ദുർമർശനും വീരവാനായ സിന്ധുരാജനും ശല്യനു വേണ്ടി ഭീമസേനനെ എയ്തു. എന്നാൽ ഭീമൻ 5 അമ്പുകൾ വെച്ച് എതിർത്തു. ശല്യനെ 70. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് ശല്യർ 9 അമ്പുകൾ എയ്തു. അത് ഭീമന്റെ സൂതനെ പീഡയേൽപ്പിച്ചു. വിശോകനെ വധിച്ചതായി കണ്ട പ്രതാപവാനായ ഭീമൻ മാതൃരാജന്റെ ശരീരത്തേക്ക് 3 ശരങ്ങൾ എയ്തു. മറ്റ് വില്ലാളി വീരന്മാരെയും 3 വിശിഖങ്ങളാൽ പ്രഹരിച്ചു. സിംഹനാദം മുഴക്കി. ആ വില്ലാളികൾ കിണഞ്ഞ് പരിശ്രമിച്ചു പാണ്ഡുപുത്രനെ നേരിടുവാനായി. എന്നാൽ ഭീമനുണ്ടോ വിട്ടുകൊടുക്കുന്നു? മേഘങ്ങൾ പെയ്യുന്ന മഴയേറ്റ മല പോലെ ക്രോധത്തോടെ ആ പാണ്ഡുപുത്രൻ നിലകൊണ്ടു. 3 അമ്പ് മാതൃരാജനെ മുറിവേൽപ്പിച്ചു. കൃപനെയും ഗാഢമായ 9 അമ്പുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു.
കൂടാതെ 100 അമ്പുകൾ കൊണ്ട് ഭഗദത്തനെയും എയ്തു. മഹാത്മാവായ സ്വാതന്റെ അമ്പോട് ചേർന്ന് വില്ലും കൈവേഗത്താൽ കത്തിയ അമ്പും കൊണ്ട് തൽക്ഷണം ഖണ്ഡിച്ചു. അപ്പോഴേക്കും മറ്റൊരു വില്ലെടുത്ത് കൃതവർമാവും ഭീമനെ എയ്തു. എന്നാൽ അവൻ പുഷ്പം പോലെ ഏവരെയും കണക്കാക്കിക്കൊണ്ട് അവരോട് എതിർത്തു. ആ മഹാരഥന്മാർ ഭീമനിൽ കൂർത്തുമൂത്ത ശരങ്ങളും 100,000 കിണഞ്ഞുകൊണ്ട് ഏതുകൊണ്ടേയിരുന്നു. എന്നാൽ ആ പാണ്ഡുപുത്രനോട് ഏറ്റുകൊണ്ട് വിജയിക്കുക എന്നത് അസംഭവ്യമായ കാര്യമാകുന്നു എന്ന് നനച്ചുകൊണ്ട് പരാജയം സമ്മതിച്ചുകൊണ്ട് പിൻവാങ്ങി. വായുപുത്രൻ ഭീമസേനൻ അങ്ങനെയാ 10 മഹാരഥികളെ ഒരേ ക്ഷണം ജയിച്ചവനാകുന്നു.